ഒരു ഇവന്റ് ഏൽപ്പിച്ച് കഴിഞ്ഞ് നമ്മൾ അതിൽ പിന്നെ മാസങ്ങളോളം ഉള്ള പ്രയത്നങ്ങളുണ്ട്. ആ വീട്ടുകാർക്കും ഈ ഇവന്റ് എടുക്കുന്ന ആളുകൾക്കും അവർ വിളിക്കുന്നത്, നമ്മൾ പോകുന്നു, മെനു ഫിക്സ് ചെയ്യുന്നത്, എന്തൊക്കെ വേണ്ടത്, അവിടെ സ്റ്റേജിൽ നമ്മൾ ഇരിക്കുന്ന സ്ഥലം, ഒരു കറക്റ്റ് പിക്ചർ ഉണ്ടാക്കുന്നത്. നമ്മൾ കല്യാണത്തിൻ്റെ തലേന്ന് വന്നുകാണ്ട് പ്രോഗ്രാം ഓരോ ഷെഡ്യൂളായിട്ട് ഓരോരുത്തരെ ഏൽപ്പിക്കുന്നു. അപ്പോൾ അവിടെ നിങ്ങൾ ഇത് ചെയ്യണം. അങ്ങനെ അവർ വരും, തലേന്ന് തന്നെ ഫുള്ള് സെറ്റ് ചെയ്തുകൊണ്ട് അവർ ഓരോ ഡ്യൂട്ടി അവളെ ഭംഗിയായിട്ട് നിർവഹിക്കും. അവർ പോകും. പിറ്റേ ദിവസം വരൽ സർവീസിൻ്റെ പിള്ളേരായിരിക്കും. പിറ്റേ ദിവസം വരൽ ആരെങ്കിലും ഒരാൾ വന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് പറയുക, അതെന്തിനാ അവിടെ വെച്ചാൽ അത് ഇവിടെ വെച്ചുകൂടെയിരുന്നോ? അപ്പോൾ അത് വീട്ടുകാർക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരാളായിരിക്കും ചിലപ്പോൾ അയാൾ, ആ പറയുന്ന വ്യക്തി. അപ്പോൾ എന്ത് ചെയ്യും, അവർ ഇവിടെ വന്നിട്ട് പറയും, അല്ല നിങ്ങളൊന്ന് മാറ്റണം, അത് അവിടെ വേണ്ട, അത് ഇപ്പുറത്താക്കാനാണ് ഇന്നാൾ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഉദാഹരണത്തിന് എറുമ്പുകൾ വരിവരിയായിട്ട് പോകുന്നുണ്ട്. നമ്മൾ കൈകൊണ്ടൊരു സെൻട്രൽ ഒരു വരാണ്ട് വരക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ആ ഒരു പോകുന്നതിൽ എറുമ്പ് അവിടെ സ്റ്റില്ലാവും. പിന്നെ അവർ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പാഞ്ഞ് പിന്നെ അതിങ്ങനെ നികത്തി വരാൻ കുറച്ചൊരു സമയം എടുക്കും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. പിന്നെ ഇവിടെ ആ ഒരു ഇതിലൊരു ചെറിയൊരു അപാകതകളൊക്കെ ഓരോന്ന് നമ്മൾ അറിയാതെ സംഭവിച്ചുകൊണ്ടിരിക്കും. കാരണം ഇത് ചെയ്ത ആളുകൾ ഓൾറെഡി പോയിട്ടുണ്ടാവും. അവിടെ സർവീസിന് വന്ന പിള്ളേരായിരുന്നു ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിന് ചിലപ്പോൾ പരിപാടി തുടങ്ങും. അപ്പോൾ അവിടെ കിട്ടിയില്ല, ആ സർവീസിൻ്റെ ആളുകൾ പണി എല്ലാം കൂടെ ഒരു ജഗ പോകായിട്ടാണ് വരും. ആദ്യം തന്നെ ഏതൊരു ഈവൻ്റ് ആവട്ടെ, കറക്റ്റ് തീരുമാനങ്ങൾ ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്നും പിന്നീട് അതായത് നമ്മൾ വീട്ടുകാരാണ്, നമ്മൾ ഒരിക്കലും അവരെ പിന്നീട് അത് പറഞ്ഞുകൊണ്ട് പിന്നെ അത് വേണം അല്ലെങ്കിൽ ഇത് വേണം, അത് അവിടെ നിന്നിട്ട് മാറ്റണം എന്ന് പറഞ്ഞാൽ അതിന് അത്രയും റിസ്ക് തന്നെയാണ്. ഇത് കല്യാണത്തിൻ്റെ തലേന്ന് വരെ പറയാനുള്ള സമയമുണ്ട്. എന്തും പറയാം, അവരെന്ത് വേണമെങ്കിലും ചെയ്യും. അപ്പോൾ ദയവ് ചെയ്ത് അതിലൊന്നും അവരെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അവരിൽ തന്നെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും. അത് നമ്മളെ സർവീസിൻ്റെ ആളുകളും അവരെ മാക്സിമം പ്രൊട്ടക്ട് ചെയ്യണം. അവർ നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്നത് പിന്നെ അവരിലെ ഒരു അംഗം പോലെ തന്നെയാണ് നമ്മൾ മറ്റുള്ളവരെ ട്രീറ്റ് ചെയ്യേണ്ടത്. ഗസ്റ്റുകൾ വരുന്നത് അവർ ചെയ്യുന്നതാണ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. നമ്മൾ വളരെ ഹൃദ്യമായിട്ട് അവരെ സ്വീകരിക്കുന്നത്, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു, വളരെ ഉഷാറായിട്ട് തന്നെ നല്ല ചിരിച്ച മുഖത്തോട് കൂടിയിട്ട് വേണം അവർ ഭക്ഷണം കഴിച്ചിട്ട് പുറത്തേക്ക് പാർട്ടീനെ കണ്ട് ഇറങ്ങാൻ. അതിൽ യാതൊരു സംശയവും വേണ്ട. ഓക്കെ.